ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് ആരാധനയിൽ സംബന്ധിച്ചു. ദൈവം നമ്മളോട് വ്യക്തിപരമായി സംസാരിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും നമ്മൾ ദൈവവചനത്തിലേക്കൊന്ന് കടന്നു വരാം. അവിടെ നമുക്കൊന്ന് ചില കാര്യങ്ങളൊന്ന് ചിന്തിക്കാം. വർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു വന്നു, നമ്മൾ ആരാധിച്ചു. പക്ഷേ വർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്. വർഷിപ്പ് എന്ന് പറയുന്നത് രാവിലെ വന്ന് നമ്മൾ സ്തോത്രവും സ്തുതിയും അതൊക്കെ ഉണ്ട്. ഒരു കോർപ്പറേറ്റ് വർഷിപ്പിന് അതൊക്കെ വേണം. വർഷിപ്പ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. വർഷിപ്പ് ഈസ് എ ലൈഫ് സ്റ്റൈൽ. അത് അബ്രഹാമിൻ്റെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദാവീദിൻ്റെ ജീവിതം നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് രാവിലെ കാലം അല്പം ചില ചിന്തയ്ക്കായിട്ട് മാത്രം വർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഡെപ്തുള്ളൊരു സബ്ജക്റ്റാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ റെഫറൻസ് നമുക്കൊന്ന് എടുക്കാം. ആദ്യമായിട്ട് അവിടെ ഒരു വഴിപാടിനെ പറ്റി പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4:3 മുതൽ 7 വരെയുള്ള വാക്യം. അവിടെ നമുക്കറിയാം, ആദാമും ഔവായിക്കും ആദാമിനും 2 മക്കൾ, കായീനും ഹാബേലും. അവർ രണ്ടുപേരും ഒരു വഴിപാടുമായിട്ട് ദൈവസന്നിധിയിൽ വന്നു. അതിവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കുറേ കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞുള്ളെന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അപ്പോൾ വഴിപാട് കൊണ്ടുവന്നു, ഒന്ന് ആക്സെപ്റ്റബിൾ, ഒന്ന് റിജക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവം അംഗീകരിക്കുന്ന ആരാധനയുമുണ്ട്, ദൈവം റിജക്റ്റ് ചെയ്യുന്ന ആരാധനയുമുണ്ട്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് റിജക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കായീൻ കുറേ കാലം കഴിഞ്ഞ് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ആൻ ഓഫറിംഗ്. ആൻ ഓഫറിംഗ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ടു ഗോഡ്. നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ സ്വീകരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നേരെ ഹാബേൽ കൊണ്ടുവന്ന് നോക്കണം. കടിഞ്ഞൂലുകളിൽ നിന്ന് മേധസ്സുള്ളത് ഏറ്റവും ബെസ്റ്റാണ് ഹാബേൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ദൈവം ഹാബേലിൻ്റെ ബലിയെ അംഗീകരിച്ചു. യേശുക്രിസ്തുവിനെ നമുക്ക് ദൈവം തന്നപ്പോൾ തരാവുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് തന്നത്. റോമർക്കെഴുതിയ ലേഖനം 8:32 പറയുന്നു: തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചവൻ, തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ യേശുക്രിസ്തു കെഞ്ചി, എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ? പിതാവായ ദൈവം മുഖം തിരിച്ചിട്ട് പറഞ്ഞു, നോ. എണ്ണിക്കൂടാത്ത ഈ പുരുഷാരത്തെ നോക്കി, ഈ ജനങ്ങൾക്ക് വേണ്ടി മോനെ, എനിക്ക് നിന്നെ റിജക്റ്റ് ചെയ്തേ മതിയാവൂ. ആ റിജക്ഷൻ കൊണ്ടാണ് ഞാനും നീയും ഈ ദൈവസന്നിധി ഇരിക്കുന്നത്. യഹോവയായ ദൈവം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെങ്കിൽ, ഇന്ന് രാവിലെ കാലം ഞാനൊരു ചോദ്യം ചോദിട്ടെ. നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെ ദൈവം ആഗ്രഹിക്കുന്നു. ഹാബേൽ കൊടുത്തത് ഏറ്റവും വിലയുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു റീസണിലേക്ക് കടക്കാം. ഇവിടെ താഴോട്ട് എഴുതുന്നുണ്ട്: യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. യഹോവ നോക്കിയത് ആദ്യം ഹാബേലിനെയാണ്, അത് കഴിഞ്ഞ് അവൻ്റെ വഴിപാട് നോക്കി. കായീനിലും അവൻ്റെ ബലിയിലും പ്രസാദിച്ചില്ല. എന്ന് വെച്ചാൽ കായീനെയാണ് ആദ്യം കണ്ട്, അവൻ്റെ ബലിയിലും പ്രസാദിച്ചില്ല. ഇത് 81 സങ്കീർത്തനം 62:18 പറയുന്നുണ്ട്: ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതുന്നെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. അപ്പോൾ ദൈവം നോക്കുന്നത് നമ്മുടെ ആരാധനയല്ല, നമ്മളും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവുമാണ്. ഇവിടെ ദാവീദ് പറയുന്നതാണ്, എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു. സദൃശ്യവാക്യങ്ങൾ 21-27 ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു, അവൻ ദുരാന്ത്യത്തോടെ അത് അർപ്പിച്ചാൽ എത്രയധികം. ഇനിയും ശൗമേലിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം, ഹൊഫ്നിയും ഫിനഹാസും ഇവർ വഷളത്തിനായി പ്രവർത്തിച്ചുകൊണ്ട് നടന്നു. ഈ ഒരു ദൈവപുരുഷൻ വന്ന് ഈ എലി പുരോഹിതനോട് പറഞ്ഞു, നിൻ്റെ മക്കൾ പോകുന്ന വഴി ശരിയല്ല, അവരെ തിരുത്തണം, അല്ലെങ്കിൽ നിൻ്റെ മേൽ ന്യായവിധി വരും. പക്ഷേ ഏലി പുരോഹിതൻ അത് കേട്ടില്ല. അവസാനം ശൗമേൽ ബാലിനെ ദൈവം വിളിച്ചു. ശൗമേൽ നമുക്ക് ആ കഥ അറിയാം. അവസാനം ശൗമേലിനോട് പറയുന്നൊരു വാചകമുണ്ട്. 1 ശമൂവേൽ 3:14 ഏലിയുടെ ഭവനത്തിൻ്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും
ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. വഴിപാടും യാഗവും കഴിച്ചിട്ട് ഏലി എത്ര നോക്കിയാലും തൻ്റെ ഭവനത്തിലെ അകൃത്യം മാറത്തില്ല എന്ന് ദൈവത്തിൻ്റെ വളരെ വ്യക്തമായ സന്ദേശം അവിടെ തരുന്നു. ഇന്ന് രാവിലെ കാലം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് നോക്കാം. ഹൃദയങ്ങളെ നോക്കുന്ന ദൈവത്തിന് മുമ്പിലാണ് നമ്മളിരിക്കുന്നത്. കർത്താവേ, എൻ്റെ ആരാധന, കർത്താവെ, ഞാൻ ഇന്ന് ആരാധനയ്ക്ക് വന്നപ്പോൾ കർത്താവെ, നീയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയുണ്ട്? ഏതെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നീയുമായിട്ട് കർത്താവെ എൻ്റെ ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എന്നോടൊന്ന് വ്യക്തിപരമായി സംസാരിക്കണമെന്ന് രാവിലെ കാലം നമുക്കൊന്ന് പറയാം. ഇനിയും അടുത്ത് വർഷിപ്പ് എന്ന വേർഡ് ആദ്യമായിട്ട് ബൈബിളിൽ ഉപയോഗിക്കുന്നത് ജെനീസിസ് 22:5 ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ. അതറിയാം, 22-ാം അധ്യായം എന്ന് പറയുന്നത് അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുവന്ന സമയമാണ്. ആദ്യമായി വർഷിപ്പ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് അനുസരണയുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഇന്ന് രാവിലെ കാലം ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം, അനുസരണയുമായ ബന്ധത്തിൽ എവിടെയെങ്കിലും ദൈവവുമായിട്ട് നമ്മളൊരു മൽപ്പിടുത്തം നടത്തിയിട്ടുണ്ടോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ ഏകജാതനായ മകനെ 1000 ആടിനോ 2000 ആടിനോ കൊടുക്കാൻ പറഞ്ഞ് അബ്രഹാം ഒരു പ്രശ്നവും കൂടാതെ കൊടുത്തേനെ. വാർഗത്വത്തിലുണ്ടായൊരു മകനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൊടുക്കാൻ ദൈവം പറഞ്ഞത്. ആരാധന എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് യഹോവയായ ദൈവത്തിൻ്റെ യാഗപീഠത്തിലേക്ക് കൈവച്ചിട്ട് കൈവെക്കുന്നതാണ്, ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. അങ്ങനെയാണെങ്കിൽ അബ്രഹാം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനെയായിട്ട് പോവുക. നോക്കിക്കോണം, അവിടെ പറയുന്ന കാര്യം, അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ആ അബ്രഹാം അവിടെ ചെയ്യുന്ന എന്താണെന്നറിയോ? ആ ബാല്യക്കാരോട് പറയാം നിങ്ങൾ ഇവിടെ നിൽക്കാൻ. കാരണം ഈ ബാല്യക്കാര്യം കൊണ്ട് പോയാൽ ഈ വിറവ് ഒട്ടൊക്കെ മേളിൽ കൊണ്ടുപോകും, അവർ ആ യാഗപീഠമൊക്കെ വൃത്തിയാക്കി തരും, എല്ലാം കഴിയും. പക്ഷേ അവസാനം ഇസഹാക്കിനെയാണ് ബലി കഴിക്കുന്നതെന്ന് പറയുമ്പോൾ അവരുടെ മട്ടും ഭാവം മാറും. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്തു? തൻ്റെ ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്നവരെ താഴെ ഇരുത്തി. ഇന്ന് രാവിലെ കാലം ഞാനിന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന് ദൈവമേ എന്നോടൊന്ന് കാണിച്ചു തരണമേ. അത് തടസ്സം മാറ്റിയിട്ട് കർത്താവെ നിൻ്റെ മുമ്പിൽ ആരാധനിക്കാൻ ഒരു കൃപ തരണേ നമുക്കൊന്ന് യാചിക്കാം. അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് മേളോട്ട് പോകുമ്പോൾ ഇസഹാക്കിൻ്റെ തലയിൽ വിറക് കെട്ടുണ്ടായിരുന്നു. തിരിച്ച് ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇസഹാക്കിൻ്റെ തലയിൽ വിറക് കെട്ടില്ല. ഇസഹാക്കെ, ആ വിറക് കെട്ട് എവിടെ പോയി? ആരാധന നടന്നപ്പോൾ ആ വിറക് കെട്ട് ഞാൻ അതിലേക്ക് എറിഞ്ഞു, അത് മുഴുവൻ കത്തിച്ചാമ്പലായി. ഇന്ന് രാവിലെ കാലം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇവിടെ വന്നിരിക്കുന്ന അനേകരും വന്നിരിക്കുന്നത് ഒത്തിരി വിറക് കെട്ടുകളുമായിട്ടാണ്. എന്തു ചെയ്ത്? പുറത്ത് വെച്ചു, ഇവിടെ വന്നു, നല്ല ഭംഗിയായിട്ട് ആരാധിച്ചു, തിരിച്ചു പോകുമ്പം ഈ വിറക് കെട്ടെടുത്ത് തല വെച്ച് തിരിച്ചു പോകും. ഇതല്ലേ നമ്മുടെ ജീവിതം? ഇതല്ലേ സൈക്കിൾ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ? ഇന്ന് രാവിലെ കാലം ഞാൻ പറയട്ടെ, സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്. സങ്കീർത്തനം 86:6 ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവൻ്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു. ആരാധനക്കാരി, നിൻ്റെ കൈ ഇന്ന് രാവിലെ കൊട്ട വിട്ടൊഴിയട്ടെ. നിൻ്റെ കൈ കൊട്ട വിട്ടൊഴിയട്ടെ. വിറക് കെട്ടുകൊണ്ട് തിരികെ പോകരുത്. യഹോവയായ ദൈവത്തിൻ്റെ ദൂതൻ 90 വയസ്സുള്ള സാറയോടൊന്ന് പറഞ്ഞു, അവിടെ ഗർഭപാത്രത്തിൻ്റെ എല്ലാ ഇതും തീർന്നു. അവളുടെ ഹെബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അവളുടെ നിർജ്ജീവമായി പോയ ശരീരമാണ്. ആ ശരീരത്തോട് നിങ്ങൾ പറയുന്നു നിനക്കൊരു മകൻ ഉണ്ടാകും. മെഡിക്കൽ സയൻസ് പറഞ്ഞു മകൻ ഉണ്ടാകത്തില്ല, അഥവാ ഉണ്ടായാലും അത് ഒരു വലിയ പ്രോബ്ലമായിരിക്കും. പക്ഷേ ആ 90 വയസ്സുള്ള നിർജ്ജീവമായ സാറായുടെ ശരീരത്തിൽ നിന്നും ഉണ്ടായ കൊച്ചുമക്കളുടെ മക്കളാണ് ഇന്ന് ആ യൂറോപ്പിൽ കിടന്ന് പടക്കം പൊട്ടിക്കുന്നത്. ആണോ? ഏത് ശരീരത്തിനാണ് ഒന്നെന്നറിയാമോ? നിർജ്ജീവമായപ്പോൾ സാറായുടെ വരുത്തുന്നു. നിൻ്റെ ഭാരങ്ങളെ യഹോവയെ ഏൽപ്പിക്കുക, അവനത് ചുമക്കും. എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും? കർത്താവേ, എൻ്റെ ഭാരങ്ങൾ നിൻ്റെ മേൽ തരുന്നു. ഇന്ന് പോകുമ്പോൾ ഈ വിറക് കെട്ടുമായി പോകരുത്. കൊണ്ടുവന്ന ബൈബിൾ തിരിച്ചു കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമുണ്ടാകും. നിൻ്റെ കൈ
കോട്ട വിട്ടൊഴിയട്ടെ. ലാസറിൻ്റെ കാര്യം നമ്മൾ കണ്ടു. യേശു ക്രിസ്തു ലാസർ മരിച്ചു കഴിഞ്ഞ 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ അഴുകിയ മൃതദേഹത്തിൻ്റെ കല്ലറയുടെ വെറിയിൽ നിന്നുണ്ട് യേശു ക്രിസ്തു പറയുക, ലാസറെ പുറത്തു വരിക. ഏതെങ്കിലും മെഡിക്കൽ സയൻസിന് പറയാൻ കഴിയുമോ ആ അഴുകിപ്പോയ മൃതദേഹത്തിൽ നിന്ന് 1 മിനിറ്റ് കൊണ്ട് ലാസർ പുറത്തു വന്നു? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ കഴിച്ചത് നിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കാണെങ്കിലും യഹോവയ്ക്കൊരു സൊല്യൂഷനുണ്ട്. അതിന് കഴിയുമെങ്കിൽ നടക്കും. മെഡിക്കൽ സയൻസ് പറഞ്ഞ 3 രോഗങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. എക്സിമ, പാർത്തേനിയം പ്ലാന്റിൻ്റെ ഒരു അലർജി, നോട്ട് ക്യൂറബിൾ. 9 ഡോക്ടേഴ്സ് 3 കൊല്ലം പണിതു. അവസാനം അവർ തന്നെ പറഞ്ഞു നോട്ട് ക്യൂറബിൾ. പക്ഷേ എല്ലാം കൂടെ ചുരുട്ടി ദിവസം പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൽക്കുന്ന ഈ പ്രദേശത്ത് കണ്ടുപോയേക്കിരുന്നു. 15 ദിവസം കഴിയുമ്പോൾ ഐ ആം ഹീൽഡ്. ഇപ്പോഴും വന്നു ഒരു സർജറി 2 പ്രാവശ്യം ഡോക്ടർ പ്രശാന്ത് ചെയ്തു. 3ാമത് പറഞ്ഞു ഇനി ഞങ്ങളെ അത് ഒരു ഓർത്തോയെ കൊണ്ട് ചെയ്യിക്കണം. 3 ഓർത്തോയിലൊക്കെ പോയി. 3 പേരും പറഞ്ഞു അതിനകത്തൊരു മെമ്പറൈൻ ഉണ്ട്, എടുത്ത് കളഞ്ഞാൽ പറ്റുള്ളൂ. കിംസിൽ പോയി അവസാനം കിംസി വെച്ച് ഡോക്ടർ ഒരു ബോൾ പോലെ എൻ്റെ ഇതിരിക്കുക 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം, ഒരു 3-4 ആഴ്ച കഴിയട്ടെ, ഇതൊക്കെ ഒന്ന് ഹീലായിട്ട് തിരിച്ചു പോകാം, ഞാനത് എടുത്ത് കളഞ്ഞോളാം. ആ കിംസിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ, ഐ എം എ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മങ്ങൽവാ. ഇത് സർജൻസ് കളിക്കാനുള്ള സ്ഥലമല്ല. ഇനിയും ഒരു കത്തി എൻ്റെ മേൽ വെക്കരുത്. ഐ ആം ഹീൽഡ് ബൈ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 3 ആഴ്ച കഴിഞ്ഞു. മെമ്പറൈനോട് പോയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഐ ആം ഹീൽഡ് കംപ്ലീറ്റ്ലി വിതൗട്ട് എ സർജറി. ഇന്ന് രാവിലെ കാലം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിൻ്റെ ഭാരങ്ങൾ യഹോവയിൽ സമർപ്പിക്കുക. ഞാൻ അവിടെ വെച്ച് പറഞ്ഞു കർത്താവേ നന്ദി, എനിക്ക് ഹീൽ ചെയ്താൽ നന്ദി. പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഒത്തിരി പ്രാവശ്യം എനിക്ക് പ്രോംപ്റ്റിങ് വന്നു. ആ ഡോക്ടർ അലക്സിനെ പോയി കാണാൻ ഇതെടുക്കുക എന്നൊക്കെ. അവിടെ അന്നേരമൊക്കെ ഞാൻ ഒന്ന് ഇത് ചെയ്തു. പക്ഷേ ഈ 3 ആഴ്ച ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ താഴത്തെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ജീവ. അവൾ കയറി വന്ന് ചോദിച്ചു ഞങ്ങൾ എന്തായി. നമ്മൾ നോക്കിക്കോളാൻ പറഞ്ഞു. ഞാനത് വലിച്ച് കയറി കാണിച്ചു കൊടുത്തു. പറഞ്ഞു ഞങ്ങളേത് ഹീലായി, ഇനിയുടെ ഒരു സർജറി വേണ്ട പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഒന്നുകൊണ്ടുമല്ല, ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. 3 സീനിയർ ഡോക്ടേഴ്സ് പറഞ്ഞ സർജറി വേണമെന്ന് ഐ ഡോണ്ട് നോ. പക്ഷേ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു സാക്ഷ്യത്തോടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് കൊണ്ടുവന്ന ഒറ്റ വിറകഷവുമായിട്ട് തിരികെ പോകരുത്. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ട്, സ്തോത്രമെന്ന ഈ യാഗം അർപ്പിക്കുന്നു എന്നെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ നടപ്പിനെ ക്രമത്വനെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. സ്തോത്രമെന്ന അധരയാഗം കഴിപ്പിക്കുന്നു. അത് പുതിയ നിയമത്തിലേക്ക് എബ്രായ ലേഖനത്തിലേക്ക് പരിശുദ്ധാത്മാവ് എഴുതിയെടുത്തപ്പോൾ അത് കുറച്ചുകൂടെ ഇലാബറേറ്റായിട്ട് എഴുതി. അതിങ്ങനെയാണ്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മയും മറക്കരുത്. ഈ യാഗത്തിലല്ലോ യഹോവ ഇവിടെ എഴുതിയിരിക്കുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അധരഫലം എന്ന സ്തോത്രയാഗം നമ്മൾ ഇടവിടാതെയാണ് അർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്കും തിരിച്ചു പോകണം. നമ്മൾ സ്തോത്രമൊക്കെ പറയും. എപ്പോഴാണ്? ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ സ്തോത്രം പറഞ്ഞു, പിന്നെ 10ാം ക്ലാസ്സിൽ പാസ്സായപ്പം സ്തോത്രം പറഞ്ഞു, പിന്നെ ഇപ്പം പറഞ്ഞു 12th പറഞ്ഞു, പിന്നെ ഇപ്പം പറഞ്ഞു ജോലി കിട്ടപ്പം പറഞ്ഞു. അങ്ങനെ ഒരു 3-4 ആഴ്ച കൊണ്ട് നമ്മുടെ തീർന്നു. ഞങ്ങളിടെ ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ നോർമലായിട്ടൊരു കൊച്ച് 15 വയസ്സുണ്ട്. ആ മാതാവ് പിതാവിൻ്റെ സങ്കടം കേട്ട് ഞങ്ങൾ 2 മണിക്കൂർ അവിടെ ഇരുന്നു. ആ കുഞ്ഞ് കാണിക്കുന്ന വൃത്തികൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബിയർ ഇറ്റ്. വലിയ ദുഃഖമാണ്. പക്ഷെ അവർ നല്ല കോൺഫിഡൻ്റ് 2 പേരും. ഞങ്ങളാണ് തളർന്നു പോയി അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ. ഞാൻ പറഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എത്രത്തോളം നീ എനിക്ക് നന്മ ചെയ്തു വന്നു. ജീവിതകാലം മുഴുവനും നമ്മളെത്ര സ്തുതിച്ചാൽ മതിയാവും പ്രിയപ്പെട്ടവരെ. സ്തോത്രമെന്ന അതിരയാകും വല്ലപ്പോഴും അല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് വരാൻ നമുക്ക് കഴിയും. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിച്ചോട്ടെ. താഴെ നമുക്കൊരു നല്ല കാർ പാർക്കുണ്ട്. ആ കാർ പാർക്കിനകത്ത് പാർക്ക് ചെയ്തിട്ട് എത്ര പേര് സ്തോത്രം പറഞ്ഞിട്ടുണ്ട്? അതൊരു വ്യക്തി ചർച്ചിൽ നമുക്ക് തന്ന ഡോണ്ട് ടേക്ക് എവറിത്തിങ് ഗ്രാൻഡഡ്. ഇത്ര മനോഹരമായ ശബ്ദം. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പം മുതൽ ഏറ്റവും കാണുമ്പോൾ എന്നും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇത്ര അടുത്ത് ഇത്ര മനോഹരമായ ദൈവം നീ ഒരുക്കി തന്നല്ലോ. അതിനുവേണ്ടി എത്ര പ്രാവശ്യം ഓരോ പ്രാവശ്യം വരുമ്പോൾ ഒരിക്കലെങ്കിലും അതിന് നന്ദി പറഞ്ഞ ആരുണ്ട് ഇവിടെ? ഇന്ന് രാവിലെ കാറെടുത്ത് നമ്മളിവിടെ വന്നു. ആ കാറെ കയറിയപ്പോൾ കർത്താവെ തന്നതിനായി സ്തോത്രം പറഞ്ഞ എത്ര വ്യക്തികളുണ്ട്? നമ്മൾ പറയും
5 വർഷം മുമ്പ് അത് ഷോറൂമിൽ നിന്ന് എടുത്തപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? എത്ര പ്രാവശ്യം. കോയമ്പത്തൂരായിരുന്നപ്പോൾ ഞങ്ങളൊക്കെ റോഡിൽ കൊണ്ട് കാറിട്ട് ഓടുമായിരുന്നു. കാരണം അവിടെ ഇവിടെ പറ്റത്തില്ല പറഞ്ഞു. അതുകൊണ്ട് ഇട്ടിട്ട് ഓടുമായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്കത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. ഞാൻ ഒരിക്കലും മിക്കവാറും താഴെ ആയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ മുന്നേ കൂടെ പോകുമ്പോൾ ദൈവമേ എത്ര മനോഹരമായ ഇത്. അതിൻ്റെയൊക്കെ പുറകെ എത്ര സ്തോത്രം ചെയ്യാൻ നമുക്ക് പറ്റും. പറ്റി ഒന്നല്ല, ആ അങ്ങളത് വാങ്ങിച്ചു, അതിനുള്ള പൈസ അങ്ങനെ കൊടുത്തു, അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ദൈവം അനുഗ്രഹിച്ചു. ഇതെല്ലാം കൊണ്ടാണ് ഇത് കിട്ടിയത്. ഇതിലെല്ലാം പുറകിൽ ഒത്തിരി ഉണ്ട്. ഇതൊന്നും നമ്മൾ കാണത്തില്ല. നമ്മൾ കാണുന്നത് നമുക്ക് ദൈവം സൗകര്യം തന്നു, നമുക്കിതൊക്കെ ഇതിനൊക്കെ യോഗ്യതയുണ്ടായിരുന്ന. എത്ര സ്തുതിച്ചാൽ മതിയാകും പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്താ? സ്തോത്രം ചെയ്യാൻ ആണോ? 5 അപ്പവും 2 മീനും കയ്യിലെടുത്തേച്ച് യേശു ക്രിസ്തു ആദ്യം ചെയ്തത് സ്തോത്രമാണ്. അത് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചത്. ലാസറിൻ്റെ കല്ലറയ്ക്ക് ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നതിന് മുമ്പേ ആദ്യം പറഞ്ഞത് സ്തോത്രമാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ചത് സ്തോത്രമാണ്. യോനായുടെ കഥയൊന്ന് എടുത്തു നോക്കണം. 3 രാവും 3 പകലും യോന മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നു. 3 രാവും 3 പകലും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. കാരണം ഭക്ഷണമൊന്നും ഇല്ലല്ലോ. ആ പ്രാർത്ഥന യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 3 ദിവസത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ആമേൻ പറഞ്ഞു വെച്ച് സ്തോത്രം പറഞ്ഞു. 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ അതുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത വചനത്തിൽ എഴുതിയേക്കെന്ന് നോക്കണം. യഹോവയായ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു ഇവനെ ഛർദ്ദിച്ചേക്കാൻ. 3 ദിവസം ദൈവം കാത്തിരുന്നു ഇവനൊന്ന് സ്തോത്രം പറയാൻ. ഈ തിമിംഗലത്തിനോടും ദൈവം ഒരു പക്ഷേ പറഞ്ഞു കാണും, ഇവൻ എപ്പോൾ സ്തോത്രം പറയുന്നു അപ്പം തട്ടിയേക്കാൻ. 3 ദിവസമായിട്ട് രാവും പോലെ ഈ തിമിംഗലം ഓടി നടക്കുക. ഇവനൊന്നും സ്തോത്രം പറയത്തില്ല, ഇവനോട്ട് കളയാനും പറ്റുന്നില്ല. മത്സ്യത്തിൻ്റെ വയറ്റിൽ എങ്ങനെയാണ് ഇത് കിടന്നത്? അവൻ്റെ ദഹന രഹസ്യങ്ങളെ ദൈവം അടച്ചു കളഞ്ഞു. ഈ മത്സ്യത്തിന് 3 ദിവസമായിട്ട് പട്ടിണിയാണ്. ഇവനൊട്ട് ബോധത്തുമില്ല, എനിക്കൊട്ട് കഴിക്കാനും പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെയൊക്കെ ഗതി ഇതുപോലെ. യോന ഒന്നുമല്ലേ 3 ദിവസമായപ്പോൾ സ്തോത്രം വെച്ചു. നമ്മളായിരുന്നെങ്കിൽ 300 ദിവസമാണെന്നില്ല അവിടെ കിടന്നേനെ. സ്തോത്രം എന്ന യാഗം ഒന്ന് അർപ്പിച്ച് നോക്കിപ്പിതല്ലേ. ഓരോരുത്തരും ഒന്ന് സ്തോത്രം പറഞ്ഞു നോക്കി. നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നേ സ്തോത്രം വരത്തുള്ളൂ. നന്ദിയില്ലാത്ത ഹൃദയമുള്ളതുകൊണ്ട് നമുക്ക് ദൈവം തന്ന നന്മകൾ അറിയാത്തതുകൊണ്ടാണ്. 35 വർഷത്തെ സർവീസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ നേരത്തെ 2 മാസം മുമ്പ് ദൈവം എനിക്കൊരു കാഴ്ച കാണിച്ചു തന്നു. 35 വർഷം മുമ്പ് ബോംബെ എയർപോർട്ടിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മുമ്പിൽ ഞാൻ ക്യൂ നിന്നത് ഇൻ്റർവ്യൂവിന്. 40ഓളം പേരുണ്ട്. ഒരു ചാൻസുമില്ല. അവിടെ നിന്നു. അത് കഴിഞ്ഞ് ദൈവം എനിക്ക് തന്നു 2nd റാങ്ക് ഓൾ ഇന്ത്യ ബേസിൽ. 40 അന്നൊരു സ്തോത്രം പറഞ്ഞു. പിന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വിശ്വാസത്തിലേക്ക് വന്നപ്പം എല്ലാ രാവിലെയും രാവിലെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിക്കോണം, എനിക്ക് ബുദ്ധി കൃപയൊക്കെ തരണമെന്ന്. പക്ഷേ വല്ലപ്പോഴൊക്കെ പറഞ്ഞു കാണും. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ നീണ്ട 35 വർഷം ദൈവം നോക്കിയിരിക്കാമെന്ന് ഒരു സ്തോത്രം പറയാൻ. ഇന്ന് രാവിലെ കാലം നമ്മളെ നോക്കിയിരിക്കുന്നത് ഒരു സ്തോത്രത്തിനാണ് ദൈവം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് വീണ്ടും എഴുതി വച്ചിരിക്കുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർമടുപ്പുണ്ടാകുമല്ലോ. വീഞ്ഞു കുടിച്ചാൽ നമുക്കറിയാം മത്തരായിട്ട് അവിടെ എന്തോ നടക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അടുത്ത വാക്യം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവിന് എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടിയും സ്തോത്രം ചെയ്യുകയും. പൗലോസ് പഠിപ്പിക്കുന്ന 2 പ്രാവശ്യം, ആദ്യം എബ്രായ ലേഖനത്തിൽ പഠിപ്പിച്ച, രണ്ടാമതെന്നോ എല്ലാത്തിനും സ്തോത്രം പറയണം. നമ്മളെ കൊണ്ട് കഴിയുമോ? ദൈവം നോക്കിയിരിക്കുന്ന അതാ. പറഞ്ഞല്ലോ 3 ദിവസം യോനയെ നോക്കിയിരുന്ന ആ മത്സ്യം ഒരു സ്തോത്രം കേൾക്കാൻ. ഇന്ന് രാവിലെ കാലം ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ എഴുതിയേക്കുന്ന ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും എന്ന് വെച്ചാൽ ആത്മാവ് നിറഞ്ഞവൻ്റെ ഒരു സൈനാണ് അവൻ സ്തോത്രവും സ്തുതിയും പറയും. അപ്പോൾ ആത്മാവ് നിറഞ്ഞവനാണെന്ന് അറിയണമെന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? സ്തോത്രവും സ്തുതിയും നമ്മുടെ വായിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. അന്നേരം നമുക്ക് വർഷിപ്പ് ടീമും അല്ലെങ്കിൽ നമുക്ക് നല്ല കീബോർഡും ഒന്നും വേണ്ട, ഒക്കെ വരും. ദൈവമേ, ഈ എൻ്റെ ജീവിതത്തിൽ എന്നെ നടത്തിയ വിധങ്ങൾ എന്നൊരിക്കലും ഓർക്കുമ്പോൾ സ്വന്തമായിട്ട് ദൈവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ആരാധന തനിയെ വരും. ദൈവവിധലേ നമുക്ക് ആരാധന വരും എപ്പോഴാണെന്നറിയോ? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ.
പല വാതിലുകളും നമ്മുടെ മുന്നിൽ തുറക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഒരാരാധനയാണ്. നിങ്ങൾക്കറിയാം, പൗലോസും ശീലാസും അടി കൊണ്ടേച്ച് ആ കാരാഗത്തിൽ ചെന്നു. രാത്രി അന്ത്യയാമങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയിൽ 16-25 ആ രാത്രി കാലങ്ങളിൽ അവരവിടെ കിടന്ന് ആരാധിച്ചു. മറ്റുള്ളവരെല്ലാം സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ഇവരെന്തോ അവിടെ കാണിക്കുന്നത്? അടിയും കൊണ്ടേച്ച് കാലാമത്തിൽ കയ്യിൽ ചങ്ങലയും കാണും. ഇവർക്ക് എങ്ങനെ ആരാധിക്കാൻ പറ്റും? അതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിലുള്ള ആരാധന. ആ ആരാധന കഴിഞ്ഞപ്പോൾ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവിടെ എന്ത് നടന്നു? ഭൂമി കുലുങ്ങി. ആ കാരാഗത്തിൻ്റെ വാതിലുകൾ തുറന്നു. അവരുടെ ചങ്ങല മാത്രമല്ല, കൂടെയുള്ളവരുടെയും ചങ്ങലകൾ പൊട്ടി. ഇന്ന് രാവിലെക്കാലം ഞാൻ ചോദിച്ചോട്ടെ, അതുപോലൊരു ആത്മാവിലൊരു ആരാധന നടത്തിയ നമ്മുടെ ചങ്ങലയും പൊട്ടും, നമ്മുടെ ചുറ്റിയിരിക്കുന്നവരുടെ ചങ്ങല പൊട്ടും. ഇത്രയും നാളും ചങ്ങല പൊട്ടാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? പലപ്പോഴും നമ്മുടെ ആരാധന ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാകുന്നില്ല. ഇന്ന് രാവിലെക്കാലം ഞാൻ ചോദിച്ചോട്ടെ, ഒരു കാര്യം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചിട്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ എവിടെയെങ്കിലും നന്ദി കരയറ്റാനുണ്ടോ കർത്താവ്? ഒരു പ്രാവശ്യമല്ല, എന്നും സ്വിച്ചാൽ ഞാൻ ആ കുടുംബത്തെ ഓർക്കും. പലപ്പോഴും ഓർക്കും, കർത്താവേ, എനിക്കതുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്തു. അവരനുഭവിക്കുന്ന ദുഃഖം അത് എത്ര നാൾ, എത്ര ദിവസം, എത്ര മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിച്ചാലും അതിന് കണക്ക് തരും. ദൈവം ചെയ്തതെല്ലാം നന്മയാണ്. പക്ഷേ ഒരു സ്തുതി നമ്മുടെ വായിൽ വരുന്നില്ല. ഇവിടെ കണ്ടല്ലോ, സ്തുതിച്ചപ്പോൾ സ്തുതി ഇത് കഴിഞ്ഞപ്പോൾ അവരുടെ ചങ്ങല പൊട്ടി, മറ്റുള്ളവരുടെയും ചങ്ങല പൊട്ടി. ഇന്ന് രാവിലെ കാലം നമുക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? യഥാർത്ഥ സത്യ ആരാധനയിലേക്ക് നമുക്കൊന്ന് വരാമോ? ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ആരാധന ഒരു ലൈഫ് സ്റ്റൈലാണ്. അത് നമുക്കൊന്ന് ലൈഫ് സ്റ്റൈലായിട്ട് സ്വീകരിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സങ്കീർത്തനങ്ങളും സ്തോത്രങ്ങളൊക്കെ ഒന്ന് പുറത്തോട്ട് വരട്ടെ. ചെയ്തവല്ലേ തന്നെ നമ്മൾ പാടും. നന്ദിയാൽ സ്തുതി ചെയ്യുന്നു ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ താളം തട്ടി ചാടും. കാരണം എന്നാണെന്നറിയാമോ? എത്ര സ്തുതിച്ചാലും പറ്റത്തില്ല. കാരണം തൻ്റെ ഓമനപുത്രനെ ഏൽപ്പിച്ചു തന്നവൻ, അത്രമാത്രം വിലയേറിയ തന്നവനെ സ്തുതിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നില്ല. നിരാലക്കാരൻ പെട്ടെ, കർത്താവേ, എൻ്റെ ഹൃദയം ഒന്ന് നന്ദി കൊണ്ട് നിറയുവാൻ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നിറയാൻ ദൈവമേ എനിക്കതിനെ കൃപ തരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇനി ദൈവം സംഗതിയാക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ദൈവത്തിനാമരും മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.